അതിനായിട്ട് നേരെ നമ്മുടെ ബ്ലർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നേരെ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിലമർത്തിയതിന് ശേഷം നമുക്ക് വേണ്ട ഒരു സൈസ് നോക്കുക. ഞാൻ ഇവിടെ 4.5 റേഷ്യോ ആണ് എടുക്കുന്നത്. ശേഷം 1080p 60 FPS അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട വീഡിയോ ക്ലിപ്പ് നമ്മളൊന്ന് ഇവിടെ ആഡ് ചെയ്യുക. ഏറ്റവും അടിയിൽ ഇവിടെ വീഡിയോ ആൻഡ് ഫോട്ടോ ഒന്ന് ഇവിടെ കാണാനായി പറ്റും. അതിലമർത്തിയതിന് ശേഷം നമ്മുടെ ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്യുക. അങ്ങനെ ഞാൻ ഇവിടെ 2 ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ക്ലിപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യത്തെ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ അടിയിൽ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലാകുമ്പോഴത്തേന് ശേഷം നമുക്കിവിടെ കർവ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അതിന് ശേഷം നമ്മുടെ ആ ഒരു ക്ലിപ്പിനനുസരിച്ച് നമ്മളൊന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു സ്ലോ മോഷൻ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാഫ് ഒന്ന് ജസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യുക. ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് ഒരു ബീറ്റ് മാർക്ക് ചെയ്യാം. അതേപോലെ അവിടെ ഒരു ബീറ്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഇവിടെ ഇൻ്റർപോളേറ്റ് എന്നൊരു ഓപ്ഷൻ കൂടി കാണിക്കാൻ പറ്റും. അതിനുശേഷം ഒന്ന് ഇൻ്റർപോളേറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓട്ടോ ടാഗിങ് ഉണ്ടാവും. അതൊരു 6% ആക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെയും ഇൻ്റർപോളേറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഡൺ കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു ക്ലിപ്പ് തന്നെ ഒന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് സ്പീഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടൈം മാപ്പിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. സ്പീഡിൻ്റെ അവിടെ ടൈം മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനുമ്പത്തിന് ശേഷം ഈ അവസാനത്തെ കീ ഫ്രെയിം ഏകദേശം ഒന്ന് നീക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ അറ്റത്ത് ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്യുക. ഇവിടെ ആഡ് കീ ഫ്രെയിം എന്നുണ്ട്. അതിനുമ്പത്തിന് ശേഷം ഈ മേലുള്ള വാല്യൂ ഒന്ന് 0 ആക്കി കൊടുക്കുക. റൈറ്റിക്ക് നീക്കി കൊടുത്താൽ മതി. അത് ഈ അറ്റത്ത് നിന്നാക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ തന്നെ ഈ ഗ്രാഫ് ഒന്ന് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാഫാണ് കൊടുക്കുന്നത്. ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫും ഇവിടെ ചെക്ക് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫും. അതിനുശേഷം പിന്നെ ഒന്ന് ഇൻ്റർപോളേറ്റ് ചെയ്യുക. അടിയിൽ ഓപ്ഷനിൽ താഴത്ത് പിന്നെ ഒരു ഇൻ്റർപോളേറ്റ്. സിക്സ് കൊടുക്കുക. ഇൻ്റർപോളേറ്റ് ചെയ്യുക. ജസ്റ്റ് ഡൺ കൊടുക്കുക. അതിനുശേഷം അടുത്ത ക്ലിപ്പ് എടുക്കുക. ഈ ഒരു ക്ലിപ്പ് ഏകദേശം അതേപോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത ക്ലിപ്പ് എടുക്കുക. അടുത്ത ക്ലിപ്പ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ അതേപോലെ ചെയ്യാം. തൊട്ടടുത്ത സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരിക. ശേഷം കർവ് ഷിഫ്റ്റ് എടുക്കുക. ജസ്റ്റ് ഒന്ന് കൺഫേം കൊടുക്കുക. ഈ നേരത്തെ ഗ്രാഫ് പോലെ തന്നെ നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ബാക്ക് അടിക്കുക. ആ ഒരു ബീറ്റിനനുസരിച്ച് അപ്പോൾ കുറച്ച് നീങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ബീറ്റിനനുസരിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ഇൻ്റർപോളേറ്റ് വീണ്ടും കൊടുക്കുക. സിക്സ് കൊടുക്കുക. ഇൻ്റർപോളേറ്റ് ചെയ്യുക. ജസ്റ്റ് ഡൺ കൊടുക്കുക. ശേഷം പിന്നെ നമ്മൾ ക്ലിപ്പിലൊന്ന് ജസ്റ്റ് അമർത്തിയതിനു ശേഷം പിന്നെ നമ്മൾ സ്പീഡിൽ പോവുക. ടൈം റിപ്പയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. ശേഷം നേരത്തെ പോലെ തന്നെ അവസാനത്തെ കീ ഫ്രെയിം ജസ്റ്റ്
ജസ്റ്റ് ഏറ്റവും അവസാനത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് നീക്കി കൊടുക്കുക. അതിനുശേഷം ഏറ്റവും അവസാനം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് ഒന്ന് നീക്കി കൊടുത്താൽ മതി. 0 ആവണ വരെ നീക്കി കൊടുക്കുക. അത് അറ്റത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ പറഞ്ഞു തന്നാൽ ആ ഗ്രാഫ് തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് സർക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഗ്രാഫ് ഇവിടെ വന്നിട്ട് സർക്കിൾ എന്ന് പറഞ്ഞ ഗ്രാഫ് ഇവിടെ. അതിനുശേഷം പിന്നെ ഒന്ന് ഇൻ്റർപോളേറ്റ് ചെയ്യണം. തൊട്ടടിയിൽ ഇൻ്റർപോളേറ്റ് അമർത്തുക. അമർത്തുക, ഇൻ്റർപോളേറ്റ് ചെയ്യുക. ജസ്റ്റ് ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ഒന്ന് കിട്ടിക്കാണും. ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് സ്കെയിലിംഗ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ആ ഒരു എഫക്റ്റ് നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അടിയിൽ നമുക്ക് നൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അമർത്തി കൊടുക്കുക. അമർത്തിയതിന് ശേഷം ആ ഒരു ബീറ്റ് മാച്ചിൻ്റെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ക്ലിപ്പിലൊന്ന് അമർത്തിയതിന് ശേഷം ഏറ്റവും മേളിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. മറ്റേ 3Dയുടെ അപ്പുറത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം സെലക്ട് പാരൻ്റ് അമർത്തിയതിന് ശേഷം നമ്മൾ ഈ നള്ള് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുമപ്പ് സാധനത്തിൽ അമർത്തി കൊടുക്കുക. അപ്പോൾ അവിടെ അത് ക്ലിപ്പായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ആ നള്ളിൽ അമർത്തിയതിന് ശേഷം ഏറ്റവും ഇടയിൽ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടാവും. അതിലമർത്തിയതിന് ശേഷം നമ്മൾ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലും അമർത്തുക. എന്നിട്ട് നടുവിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് ഈ അറ്റത്തേക്ക് ഒന്ന് നീക്കി കൊടുക്കുക. ഈ അറ്റത്തേക്ക് നീക്കി കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ ഒരു കീ ഫ്രെയിം എടുത്തിട്ട് അപ്പുറത്തെ അറ്റത്തേക്ക് നീക്കി കൊടുക്കുക. നടുവിൽ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടുത്തെ കീ ഫ്രെയിമിന് ഈ ഒരു ഗ്രാഫ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ സർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക. ശേഷം ഇവിടെ സർക്കിൾ എന്ന് പറഞ്ഞതും അതിൻ്റെയും ജസ്റ്റ് ഗ്രാഫ് ഒന്ന് ഇവിടെ ഇറക്കി കൊടുക്കുക. ഒന്ന് ബാക്ക് അടിക്കുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ ക്ലിപ്പിനും അതേപോലെ തന്നെ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ ആ ക്ലിപ്പിൻ്റെ അവിടെ വന്നിട്ട് ജസ്റ്റ് നൾ ആഡ് ചെയ്യുക. അടിയിൽ നൾ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഒരു ക്ലിപ്പിനനുസരിച്ച് ആ ഒരു ഭാഗത്ത് അതൊന്ന് കട്ട് ചെയ്ത് കളയുക. ശേഷം ആ ഒരു ക്ലിപ്പ് അമർത്തിയതിന് ശേഷം അതിൽ നേരത്തെ നമ്മൾ എടുത്ത ഓപ്ഷനിൽ അമർത്തിയതിന് ശേഷം അവിടെ സെലക്ട് പാരൻറ്റിൽ നമ്മുടെ നള്ള് 2 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നള്ള് 2-ലെ അതിൻ്റെ നടുവിൽ അതിനുശേഷം അടിയിൽ ട്രാൻസ്ഫോമിലെ സ്കെയിലിലെ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുക. പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് നീക്കുക. ഓക്കെ, നടുവിലത്തെ കീ ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രാഫ് അതേപോലെ നമ്മൾ സർക്കൗട്ട് എന്ന് പറഞ്ഞ ഗ്രാഫ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സർക്കിൾ പറഞ്ഞ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ബാക്ക് വരിക. അതിനുശേഷം നമ്മുടെ ആ ക്ലിപ്പ് എടുത്തതിന് ശേഷം മേളിലെ 3D അപ്പുറത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് അമർത്തിയതിന് ശേഷം അതിൻ്റെ വാല്യൂ ഒരു 90 റേഷ്യോ വെച്ച് കൊടുക്കുക. തൊട്ടപ്പുറത്ത് ക്ലിപ്പ് അതിലമർത്തിയതിന് ശേഷം 90 റേഷ്യോ വെച്ച് കൊടുക്കുക. നമുക്ക് ആ ഒരു ക്ലിപ്പ് അതേപോലെ കിട്ടും. അതിനുശേഷം നമ്മുടെ ക്ലിപ്പിലെ അമർത്തിയതിന് ശേഷം FX എന്ന് പറഞ്ഞ അടിയിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് അമർത്തിയതിന് ശേഷം പ്ലസ് ആഡ് ചെയ്യുക. പക്ഷേ സെർച്ചിൽ നിങ്ങൾ അവിടെ ടൈൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, മോഷൻ ടൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് മിറർ ഓൾറെഡി ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുക. സെയിം സാധനം നമ്മൾ ജസ്റ്റ് എഫക്റ്റ് ഒന്ന് ഇവിടെ കോപ്പി ചെയ്യുക. ബാക്ക് വരിക.
അപ്പുറത്തെ ക്ലിപ്പിൽ ആഡ് ചെയ്യുക. ജസ്റ്റ് ലാഗ് ഉണ്ട്, ജസ്റ്റ് എഫക്റ്റ് എടുക്കുക. അവിടെ ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ അമർത്തി കഴിഞ്ഞാൽ ആ എഫക്റ്റ് ഇവിടെയും പേസ്റ്റ് ആവും. ശേഷം ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. മേളിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യുക. ശേഷം അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഒന്ന് കാണിക്കാം. മജമേര ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഈ ആപ്പിൻ്റെ ബ്ലർ എന്നാണ് ഓൾറെഡി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. നമ്മുടെ ആദ്യം പ്ലേ സ്റ്റോറിൽ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം iOS-ലായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം ഇതിൻ്റെ നമ്മുടെ ആൻഡ്രോയിഡിൽ വരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ ബൈ.